and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ Nivea ബ്രാൻഡ് എന്നുള്ള എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. സോ അപ്പോൾ അതിനു മുന്നേയായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി, ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, അപ്പോൾ തന്നെ കാണാനും പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ Nivea ബ്രാൻഡിൽ നിന്നുള്ള എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഫേസ് വാഷ്. നിവ്യയുടെ റിഫ്രഷിംഗ് ഫേസ് വാഷ് ആണിത്. ഇത് 55 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. നോർമൽ സ്കിന്നിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് ഈ നിവ്യയുടെ ഈ ഒരു ഫേസ് വാഷ്. അടിപൊളി ഫേസ് വാഷ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഭയങ്കര മൈൽഡ് ആണ്, ഡ്രൈ ആയിട്ട് സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് നിവ്യയുടെ ഈ ഫേസ് വാഷ്. പിന്നെ ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. കണ്ടോ, ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇത് തുറക്കുമ്പോൾ കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ വേസ്റ്റേജ് ആണ്. പ്രോഡക്റ്റ് ഇങ്ങനെ വെളിയിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു ഫേസ് വാഷിന്റെ. പിന്നെ ഇതിന്റെ സ്മെല്ല് വന്നിട്ട് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു നമുക്ക് ശരിക്കും ഇത് പറഞ്ഞിരിക്കണ പോലെ തന്നെ റിഫ്രഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു ഫേസ് വാഷിന്. ഒരു ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഫേസ് വാഷ് ആണിത്. ഇത് 55 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന് 80 rupees ആണ് ഇതിന്റെ കോസ്റ്റ്. പിന്നെ ഈ ഒരു ബ്രാൻഡിന്റെ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതെല്ലാവരുടെ കയ്യിലുള്ളതായിരിക്കും. നിവ്യയുടെ സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ ഒരു ഒരെണ്ണം കൂടി എന്റെ ഉണ്ട്. ഇത് ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന കേട്ടോ ഞാൻ എടുത്തത്. അപ്പൊ ഇത് എന്തോരം ml ആണ്? ഇത് 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിനും 80 rupees ആണ്. ഇപ്പൊ ഇത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പണ്ട് വാങ്ങിയിരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പാക്കേജിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് ആണ്. ഇതും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ ആണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഏത് മോയ്സ്ചറൈസർ ആണെന്ന്. ഞാൻ ഒരു മോയ്സ്ചറൈസർ തന്നെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം എനിക്ക് ഓരോരോ പ്രോഡക്ട്സ് ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് എപ്പോഴും ഓരോരോ പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ എന്നോട് ചോദിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ്, ഇത് ബ്ലെൻഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഭയങ്കര ലൈറ്റ് ആണ്. കണ്ടോ, നമുക്ക് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള, നമുക്ക് ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല ഒട്ടും. എന്താ പറയുക, ചില മോയ്സ്ചറൈസർ ഒരു കട്ടിയായിട്ട് നമുക്ക് തോന്നില്ല, എന്തോ ഫേസിൽ ഇരിക്കുന്ന കൂട്ട് തോന്നില്ല. പക്ഷെ ഇത് ഇടാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. കണ്ടോ, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. നമുക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ. യെസ്, അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് ഫേവറേറ്റ് പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് നിവ്യ ബ്രാൻഡിൽ നിന്ന് വന്നിട്ട് ഇതാണ് നിവ്യയുടെ ഈ ഒരു റോൾ ഓൺ. ഇതിന്റെ പർപ്പിൾ ഹോളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേൾ ആൻഡ് ബ്യൂട്ടി സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ അണ്ടർ ആംസ് 24 hours ജെന്റിൽ കെയർ എന്നുള്ളതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിന്റെ പ്രൈസ് 185 rupees ആണ്. ഇത് 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന് 185 rupees ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ്. നോർമൽ ആയിട്ടുള്ള എല്ലാ റോളോണിന്റെ പോലത്തെ ഒരു പാക്കേജിംഗ് ആണിത്. കണ്ടില്ലേ, നമ്മളിങ്ങനെ അണ്ടർആംസിൽ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനിത് ഡയറക്റ്റ് ആയിട്ട് അണ്ടർആംസിൽ യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. നമ്മളിങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സിന്റെ മേലക്കൂടെ ഇങ്ങനെ കാണിക്കാനായിട്ടാണ് ഞാൻ പറയുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ആ വൈറ്റ് കളർ കുറച്ച് കഴിയുമ്പോൾ അവിടെ സെറ്റിൽ ആയിട്ട് ഉണ്ടാവും. അപ്പൊ വേറെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതെനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതെന്നല്ല, ഏതൊരു ഇങ്ങനെ റോൾ ചെയ്യുന്ന സംഭവമാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അണ്ടർആംസിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം കുറച്ച് ഡാർക്കനായി പോകുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. സോ അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഡ്രസ്സിനെ വെളിയിലിടാം. നല്ല സ്മെല്ലാണിത്. 24 hours ഒക്കെ തന്നെ നിൽക്കും. ഒരു നല്ലൊരു സ്മെല്ലാണ്. ഒരു എന്താ പറയാ, അടിച്ചു കയറുന്ന ഒരു മണമെന്നില്ല, നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന്. അപ്പൊ ഈ ഒരു നിവ്യ ബ്രാൻഡിന്റെ നെക്സ്റ്റ് ഫേവറേറ്റ് എന്റെ പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് നിവ്യയുടെ ബോഡി ലോഷൻ ആണ്. എക്സ്ട്രാ വൈറ്റനിങ് സെൽ റിപ്പയർ SPF 15 ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ബോഡി ലോഷൻ ആണ്. എന്റെ ഇതിന്റെ വലുതുണ്ടായിരുന്നു, ഇത് ചെറുതാട്ടോ. ഇതിന് 105 rupees ആണ്. 75 ml ഓഫ് പ്രോഡക്റ്റിന് 105 rupees ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പാക്കേജിങ് ഇത് അതേപോലെയാണ്. കണ്ടോ, ഇതിന്റെ എല്ലാം തന്നെ ഒരു പ്രശ്നമാണ് ഈ പ്രോഡക്റ്റ് സംഭവം ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനെ അത് ഇഷ്ടമില്ല.
പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കൈ കറുത്തിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ട്, അതായത് സൺ ടാൻ ഏറ്റിട്ട് കൈ കറുത്തിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എക്സ്ട്രാ വൈറ്റനിങ് ഈ സംഭവം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് വാസ്ലിന്റെ ഒരു വൈറ്റനിങ് റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്, സോറി. അപ്പൊ ആ ഒരു സംഭവം അതുപോലെ തന്നെ ഇതും ഈക്വലി നമുക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ടാൻ ആയിട്ടുള്ള കയ്യിൽ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നോർമൽ കളറിലോട്ട് നമുക്ക് തിരിച്ചെത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ബോഡി മോയ്സ്ചറൈസർ. പിന്നെ ഇതിന്റെ സ്മെല്ല് അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ്, അധികം അടിച്ചു കയറുന്ന സ്മെല്ലല്ല, എന്ന് ഭയങ്കര ഒരു സ്മെല്ലൊന്നുമല്ല, നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഒരു ബോഡി ലോഷൻ ഉള്ളത്. സോ നെക്സ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ഇതാണ്. പിന്നെ ഈ ഒരു നിവിയയുടെ നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു ലിപ് ബാം. ഇത് ചെറി ഷൈൻ ആണ്. ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇതങ്ങനെയാണ് ഇതിന്റെ പ്രോഡക്റ്റ്. ഇത്രയും പ്രോഡക്റ്റ് ആണ് നമുക്കിത് കിട്ടുന്നത്. ഇതിന്റെ പ്രൈസ് ഇതെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും, കുറച്ച് ടിന്റഡ് കളേഴ്സ് ഒക്കെ ഉള്ളതാണ്. നമുക്ക് സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിലും കോളേജിൽ പോണ കുട്ടികളാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് 175 റുപ്പീസ് ആണ്, കണ്ടോ. പിന്നെ ഇത് എന്തോരം 5.5 ml ഓർ 4.8 ഗ്രാം ആണിത്. അപ്പൊ ഇതാണ് എന്റെ നെക്സ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ്. ഇതിന്റെ കളറ് ഇത് ഒരുപാട് ഫ്ലേവേഴ്സിലുണ്ട്, വാട്ടർമെലൻ അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സിലുണ്ട്. ഇതിന്റെ കളറ് കണ്ടോ, ഒരു ടിന്റഡ് കളർ നമുക്ക് ഉണ്ടാവും, ഭയങ്കര ഹാർഷ് ഒന്നല്ല, എന്നൊരു ചെറിയൊരു ടിന്റഡ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാവും. നല്ല മോയ്സ്ചറൈസിംഗ് ആണ് നമ്മുടെ ലിപ്സിൽ. പിന്നെ ഇതിന്റെ സ്മെല്ല് എനിക്ക് കുറച്ചൊരു ക്രയോൺസിന്റെ സ്മെല്ല് വരും, എന്താ അറിഞ്ഞിട്ടോ. പക്ഷെ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇവിടെ അമ്മുവാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ലിപ് ബാമിനോട് തീരെ താല്പര്യം ഇല്ല. ഞാൻ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാറുള്ളത്, അല്ലാണ്ട് ഞാൻ ലിപ് ബാം അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല, എനിക്ക് അത്ര ഇഷ്ടമില്ല ലിപ് ബാംസ്. പിന്നെ ഈ ഒരു നിവിയ ബ്രാൻഡിൽ നിന്നുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള എന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ നിവിയയുടെ ക്ലെൻസിങ് മിൽക്ക്. ഇത് ഞാൻ എന്റെ പർപ്പിൾ ഹാളിൽ വാങ്ങിയിരുന്നതാണ്. ഇതിങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ്, ഇങ്ങനെയാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, എല്ലാ നിവിയ പ്രോഡക്ട്സ് പോലെ തന്നെ. പിന്നെ ഇതിന്റെ സ്മെല്ല് വന്നിട്ട് സാധാരണ നിവിയയുടെ എല്ലാ പ്രോഡക്ട്സിനും ഉള്ള ഒരു സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത്. ഇത് നോർമൽ സ്കിന്നിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലെൻസസ് ഡീപ്ലി ആൻഡ് മോയ്സ്ചറൈസസ് ഫോർ സെൻസേഷണൽ ഫ്രഷ് സ്കിൻ, വിറ്റമിൻ ഇ ആൻഡ് ഹൈഡ്രോ ക്യൂ. ഇത് എന്തോരുണ്ട്, ഇത് 125 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 159 റുപ്പീസ് ആണ്. 159 റുപ്പീസ് ആണത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് കുറച്ച് പ്രോഡക്റ്റ് നമ്മുടെ സാധാരണ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്യില്ലേ, ഒരു കോട്ടണിനകത്ത് എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ എടുത്തിട്ടാണെങ്കിലും ജസ്റ്റ് ഡോട്ട് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ എന്തെങ്കിലും ഡേർട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന്റെ പോഴ്സിനകത്തുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ക്ലെൻസിങ് മിൽക്ക്. അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ഇത് എന്തായാലും ഷെയർ ചെയ്യാനായിട്ട് ആരും മടി കാണിക്കരുത്, ജസ്റ്റ് വീഡിയോസ് ഷെയർ ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് കാര്യം പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ എന്നോട് പറയാം. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾസോ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്, പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. താഴെ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. സോ അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ